ഹായ് കൂട്ടുകാരെ, എല്ലാവരും എന്ത് ചെയ്യുന്നു? ചായ കുടിച്ചു. ഞാൻ ദേ ഇവിടെ എഴുന്നേറ്റിരിക്കുകയാണ്. എനിക്ക് ഒട്ടും വയ്യായിരുന്നു കൂട്ടുകാരെ. ഇന്നലെ ലൈവ് ഇടാനോ രാവിലത്തെ ഒരു വീഡിയോ എടുത്തിട്ട് ഇട്ടതാണ്. പക്ഷേ അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് ഒട്ടും വയ്യാന്ന്. എന്തോന്നറിയത്തില്ല, പ്രായം കൂടുന്തോറും എല്ലാം ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടിട്ടാണ് ലൈവിലൊന്നും ഇരിക്കാത്ത. എനിക്ക് ശ്വാസം പിടിച്ചിരുന്ന ഒരുപാട് സമയം സംസാരിക്കാനൊന്നും വയ്യ. ഇപ്പം വേറെ അസുഖമൊന്നുമില്ല. അവിടെ അണ്ണൻ പറയായിരുന്നു വായു എന്ന് പറഞ്ഞ അസുഖം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, സൂക്ഷിക്കണമെന്നൊക്കെ. അത് തന്നെയാണ് നെഞ്ചിൽ വന്ന് അമ്മങ്ങി നിന്ന് അതിൻ്റെ ശ്വാസം മുട്ടല്ലത്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം കുറേ ഛർദ്ദിച്ച്, പിന്നെ അത് കഴിഞ്ഞിട്ട് വായുവിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് കിടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ. എന്തിന് നമ്മൾ വിശന്നിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലെങ്കിലും കപ്പയും മീനും കഴിക്കണമെന്ന് ആർക്കും ആഗ്രഹമില്ലാത്ത. പക്ഷേ നേരെ തിരിച്ചാണ്. ആഹാരത്തിൻ്റെ കാര്യം നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ എനിക്ക് വൊമിറ്റ് ചെയ്യാൻ തോന്നും. അത്രയ്ക്ക് ആഹാരം പോലും വേണ്ട. പിന്നെ മക്കൾ കഞ്ഞിവെള്ളം കൊണ്ടുവന്നു, അത് കഞ്ഞിവെള്ളം ചോദിച്ച് വാങ്ങിച്ച് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് രാത്രിയായപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്നും കഴിക്കാൻ വയ്യ. ഭയങ്കര വയറ് ഉരുണ്ട് കയറ്റും, വയറ് വേദന, ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട്. പിള്ളേർ രണ്ടുപേരും ഭയങ്കര പേടിയായിരുന്നു. രാത്രി രണ്ടുപേർക്കും ഹോസ്പിറ്റലിൽ പോവാം, 108 വിളിക്കണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇവർക്കങ്ങ് ടെൻഷനാണ്. ഞാൻ പറഞ്ഞില്ല, സഹിച്ച് നമുക്ക് രാവിലെ ആശുപത്രിയിൽ പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നലത്തെ ഒരു ദിവസം ഞാൻ എങ്ങനെയൊക്കെയോ തള്ളി വിട്ട് രാവിലെ എഴുന്നേറ്റ്. പക്ഷേ എത്ര വയ്യെങ്കിലും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വീട്ടിൻ്റെ അഹവും സിറ്റ് ഔട്ടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. ഇല്ലെങ്കിൽ എൻ്റെ മോനെ കിടത്തണല്ലേ, അവൻ മുള്ളിയൊക്കെ വെച്ചിരിക്കും. അപ്പം രാവിലെ ആ പണിയെല്ലാം കഴിഞ്ഞ് ഇത്രയും വയ്യായികയായിട്ടിരുന്നിട്ട് ഞാൻ ചെയ്ത പണികളാണത്. അപ്പോൾ എനിക്ക് ആഹാരമൊന്ന് കേൾക്കുമ്പോഴേ മനം മറിക്കണം. എത്ര നല്ല ഫുഡൊന്ന് മനസ്സിൽ വിചാരിച്ചാലും എന്തോ എനിക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇട്ടില്ലെങ്കിൽ എനിക്ക് തന്നെ വിഷമം തോന്നും. അതുകൊണ്ടിട്ടാണ് രാവിലെ ഇങ്ങനെയൊക്കെ വന്നിരുന്നു. ഒട്ടും വയ്യ, പാഹമൊക്കെ ഭയങ്കര വേദന. എന്താ എനിക്ക് തോന്നേ, ഇത്രയും നാളൊന്നും എനിക്ക് അത്ര ബുദ്ധിമുട്ടില്ല. പ്രായം കൂടുമ്പോൾ നമുക്ക് തളർച്ച കൂടുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. പക്ഷേ എനിക്ക് ഇതുവരെ അങ്ങനെ വലിയ തളർച്ചയല്ല. ഒരു 4-5 മാസം കൊണ്ടാണ് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വന്ന് ഇപ്പം ഇങ്ങനെയൊക്കെ ആയത്. സമയത്തിന് ഫുഡ് കഴിക്കണില്ല, സമയത്തിന് ഉറക്കമില്ല, അങ്ങനെയൊക്കെ ആയിരിക്കാം എനിക്ക് തോന്നണം. പക്ഷേ എല്ലാവരും ഇതുപോലെ ഒന്നും ആവരുത് കേട്ടോ. എത്ര നമുക്ക് സമയമില്ലെങ്കിലും രാവിലെ കറക്റ്റായിട്ട് ഫുഡ് കഴിക്കണം, നന്നായിട്ട് കിടന്ന് ഉറങ്ങണം, അല്ലെങ്കിൽ എന്നെപ്പോലെ ആവും കേട്ടോ. എൻ്റെ അനുഭവമാണ് ഞാൻ പറയണത്. സമയത്തിന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. 8:30 കാപ്പി, 12:30 ചോറ്, അങ്ങനെയൊക്കെ രാത്രിയൊക്കെ 7:30 ആഹാരം, അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ ഒരു 4-5 മാസം എനിക്കിപ്പോൾ ഇതാണ് എൻ്റെ കൺട്രോളെല്ലാം പോയി, നിയന്ത്രണം വിട്ട് ഭക്ഷണത്തിനോടും എല്ലാത്തിനോടും ഒരു സമയക്രമമില്ല. ജീവിത രീതി ശൈലിയൊക്കെ മാറി എനിക്ക് ഫുഡിൻ്റെ കൂടെ. ഇപ്പം എൻ്റെ വീഡിയോ കാണുന്നവർക്കും എൻ്റെ ലൈവ് കാണുന്നവർക്കും അറിയാം ഞാൻ ഫുഡ് കഴിക്കണ ഏത് സമയത്താണെന്ന്. അങ്ങനെ ആരും ചെയ്യരുത്. സമയത്തിനുള്ള ഭക്ഷണം സമയത്ത് തന്നെ കഴിക്കണം, അല്ലെങ്കിൽ എന്നെപ്പോലെ ആയിപ്പോൾ. ഇപ്പം ഭക്ഷണമെന്ന് കേൾക്കുമ്പോഴേ എനിക്ക് വൊമിറ്റ് ചെയ്യാൻ തോന്നും, കഴിക്കാൻ തോന്നണില്ല, മനം വിരട്ടുക. സത്യം പറഞ്ഞാൽ രാവിലെ ഇച്ചിരി കട്ടനെങ്കിലും കുടിക്കണമെന്ന് തോന്നുന്നു ഈ അവസ്ഥയിൽ. പക്ഷേ എനിക്ക് അതുപോലും വയ്യ, വേണ്ട, ആ ഒരു അവസ്ഥയായിപ്പോയി. എന്നാലും മാക്സിമം ഞാൻ പിടിച്ച് നിൽക്കും. ഏതുവരെ പോകുന്നു നോക്കാം. പിന്നെ വേറെ അസുഖമൊന്നും ഇല്ലയെന്ന് തോന്നുന്നു, വായുവിൻ്റെതാണ്. അത് കുറേ ഛർദ്ദിച്ച് തൊണ്ടക്കുഴിയെല്ലാം വേദനിച്ചിട്ട് വയ്യ, വയറ് വേദനിക്കണ്, നെഞ്ച് വയ്ക്കണ്, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. വേറെ അസുഖമൊന്നുമില്ല കേട്ടാ, ഭക്ഷണം സമയത്ത് കഴിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ. വയ്ക്കട്ടാ, ഇനി ഹോസ്പിറ്റലിൽ പോകണം. രാവിലെ തന്നെ വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു. വെച്ചുകൊണ്ടിരിക്കണില്ല, കാരണം ഒരു എഡിറ്റിംഗ് ഇല്ല, ഒന്നുമില്ല, കട്ടിങ് ഇല്ല, ഒന്നുമില്ല. ഈ രാവിലെ ഇങ്ങനെ ഇരിക്കുമോ, രാത്രി കുളിച്ച്. അപ്പം ഇന്നലെ എനിക്ക് കാരണം ഛർദിലെല്ലാം ഛർദിച്ച് ഒരു പരിവായില്ല. അപ്പം കുളിക്കാതെ കിടക്കണ എങ്ങനെയാണ്. അപ്പോൾ രാത്രി ഒന്ന് കുളിച്ചിട്ടൊക്കെയാണ് കിടന്നത്.